ഇന്നത്തെ വീഡിയോ ഒരു വാട്ടൈറ്റിഡേ ആണ്. എല്ലാ ദിവസവും ഞാൻ ഒരു 6 മണിയാകുമ്പോഴേക്കും എണീക്കും കേട്ടോ. അപ്പൊ എൻ്റെ ഒരു ഡേ സ്റ്റാർട്ട് ചെയ്യുന്നത് എപ്പോഴും ഇളം ചൂടുവെള്ളത്തിൽ നിന്നായിരിക്കും. വെറും വയറ്റിൽ നമ്മൾ ഈ ഇളം ചൂടുവെള്ളം കുടിക്കുകയാണെങ്കിൽ നമ്മുടെ മെറ്റബോളിസം ഇമ്പ്രൂവ് ആവും കേട്ടോ. അത് മാത്രമല്ല നമ്മുടെ സ്കിന്നിന് അതുപോലെ ഡൈജഷനും നല്ലതാണ്. ബ്രഷ് ഒക്കെ ചെയ്ത് ഞാൻ 6 ആകുമ്പോഴേക്കും എനിക്ക് കോഫി കുടിക്കണം കേട്ടോ. ജിമ്മിൽ പോണതിന് മുമ്പ് പ്രീ വർക്കൗട്ടായിട്ട് ഞാൻ കോഫിയാണ് എടുക്കാറ്. കോഫിയിൽ ഞാൻ പഞ്ചസാര ഇട്ട് കുടിക്കത്തില്ല കേട്ടോ. പകരം ഒരു സ്പൂൺ ഗീ ആഡ് ചെയ്താണ് കുടിക്കുന്നത്. ഇത് നമ്മുടെ സ്കിന്നിന് നല്ലതാണ്. അതുപോലെ ഇൻസ്റ്റന്റ് ആയിട്ടൊരു എനർജി നമുക്ക് തരും കേട്ടോ. വെയിറ്റ് ലോസ് ഒക്കെ നോക്കുന്നവരാണെങ്കിൽ ഈ ഒരു റുട്ടീൻ ഒന്ന് ഫോളോ അപ്പ് ചെയ്ത് നോക്കൂ കേട്ടോ. ഇതിങ്ങനെ കുറച്ച് നാൾ കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ അതിനൊരു ഡിഫറൻസ് നമുക്ക് പെട്ടെന്ന് തന്നെ മനസ്സിലാവും. ജിമ്മിൽ പോകുമ്പോൾ ഞാൻ ഈ ഡീറ്റോക്സ് വാട്ടർ ആണ് കൊണ്ടുപോകുന്നത്. നാരങ്ങയും ക്യുക്കുംബർ സ്ലൈസ് ആക്കി കുറച്ച് പിങ്ക് സോൾട്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇന്ദുപ്പില്ലേ, അത് കൂടിയിട്ട് വെള്ളം ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊണ്ടുപോകും. ഇത് കുടിച്ചു കഴിഞ്ഞാൽ വർക്കൗട്ടിൻ്റെ ടൈമിൽ നമുക്ക് ഭയങ്കര എനർജി ആയിരിക്കും കേട്ടോ. നമുക്ക് ക്ഷീണം എന്താണെന്ന് അറിയത്തേയില്ല. എനിക്ക് എൻ്റെ ജിമ്മിലെ ട്രെയിനറാണ് ഇത് റെക്കമെൻഡ് ചെയ്തത്. ഇത് കുടിച്ചാൽ നമ്മുടെ സ്കിന്നിലും ഭയങ്കര ചേഞ്ചസ് വരും. സ്കിന്നൊക്കെ നല്ല രീതിയിൽ ഗ്ലോ ആവാൻ തുടങ്ങുവേ. വർക്കൗട്ടൊക്കെ കഴിഞ്ഞു വന്നാൽ ഞാൻ എപ്പോഴും സ്മൂത്തി ആയിരിക്കും ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് എടുക്കുന്നത്. ഇന്ന് ഗ്രീൻ ആപ്പിൾ സ്മൂത്തിയാണ്. സ്മൂത്തി ആകുമ്പോൾ പെട്ടെന്ന് ഡൈജസ്റ്റ് ആയിക്കോളും. ഇതാകുമ്പോൾ വയറും ഫില്ലിംഗ് ആയിരിക്കും. അതുപോലെ വളരെ പെട്ടെന്ന് വിശക്കത്തും ഇല്ല കേട്ടോ. ഞാൻ പൊതുവേ രാവിലെ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റിന് ഓട്സ് യൂസ് ചെയ്യാറില്ല ഈ സ്മൂത്തിക്ക്. എടുക്കുവാണെങ്കിൽ തന്നെ ഓവർനൈറ്റ് സോക്ക് ചെയ്ത ആ ഒരു ഓട്സ് ആയിരിക്കും കേട്ടോ എടുക്കുന്നത്. ഇന്നിപ്പോൾ കുറച്ച് ഗ്രീൻ ആപ്പിളും ക്യുക്കുംബറും പിന്നെ ഫ്ലേവേർഡ് ആയിട്ടുള്ള യോഗേർട്ടും കുറച്ച് വെള്ളം കൂടി ഒഴിച്ചൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കും. ഒരു സിമ്പിൾ സ്മൂത്തി. ഈ ഡയറ്റ് എടുക്കുന്ന ടൈമിൽ നോർമൽ ആപ്പിളിനേക്കാളും എന്തുകൊണ്ടും ഗ്രീൻ ആപ്പിൾ എടുക്കുന്നതായിരിക്കും കേട്ടോ നല്ലത്. അതാവുമ്പോൾ അതിൻ്റെ ഡയറ്ററി ഫൈബർ കൂടുതലുള്ളതുകൊണ്ട് പെട്ടെന്ന് നമുക്ക് വെയിറ്റ് ലോസിനെ ഹെൽപ്പ് ചെയ്യും. അത് മാത്രമല്ല, പിന്നെ നിങ്ങൾ യോഗേർട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ ഫ്ലേവേർഡ് അല്ലാത്ത യൂസ് ചെയ്താൽ കുറച്ചുകൂടെ നന്നായിരിക്കും കേട്ടോ ഈ വെയിറ്റ് ലോസ് ടൈമിലെ. പിന്നെ ഈ സ്മൂത്തിയിൽ സീഡ്സ് ഒക്കെ ആഡ് ചെയ്ത് കഴിക്കുകയാണെങ്കിൽ നന്നായിരിക്കും കേട്ടോ. ഞാൻ ഇന്ന് പംകിൻ സീഡും അതുപോലെ സൺഫ്ലവർ സീഡും ആണ് ആഡ് ചെയ്തേക്കുന്നത്. ഇത് നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിന് നല്ലതാണ്. പിന്നെ ഞാൻ ഇടയ്ക്ക് എനിക്ക് തോന്നുവാണെങ്കിൽ ചിയാ സീഡ് കൂടി ആഡ് ചെയ്ത് കഴിക്കും കേട്ടോ. ഡയറ്റുള്ള സമയത്ത് കുറച്ച് ടേസ്റ്റി കഴിക്കാൻ പറ്റിയ ഒരേ ഒരു സാധനം ഈ സ്മൂത്തിയാണ് കേട്ടോ. ഈ റാഗിയുടെ ദോശയൊക്കെ കഴിച്ച് ഞാൻ ശരിക്കും അടുത്തിരിക്കുന്ന ടൈമിലാണ് സ്മൂത്തി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുന്നത്. എനിക്ക് ട്രൈ ചെയ്തപ്പോൾ തന്നെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ ഞാൻ ഈ വെയിറ്റ് ലോസ് ടൈമിൽ എപ്പോഴും സ്മൂത്തിയാണ് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് എടുക്കുന്നത്. ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ ഉടനെ എടുക്കുന്ന സപ്ലിമെൻ്റ് ആണ് കേട്ടോ ഇത്. ഒമേഗ 3 ഫിഷ് ഓയിലാണ്. ഇത് നമ്മുടെ സ്കിന്നിന് അടിപൊളിയാണ്. മാത്രമല്ല, ഈ ജിമ്മിലൊക്കെ പോകുന്നവരാണെങ്കിൽ ജോയിൻറ്റ് പെയിൻ ഒക്കെ ഉണ്ടാവുമല്ലോ, അതിനും ഇത് അടിപൊളിയാണ്. അത് കഴിഞ്ഞൊരു 10 മണിയൊക്കെ ആവുമ്പോഴേക്കും ഞാൻ ഒരു ഗ്ലാസ് മുരിങ്ങ പൗഡർ കലക്കി കൊടുക്കുക. മുരിങ്ങ എന്ന് വെച്ചാൽ നമ്മുടെ മുരിങ്ങയിലേ അത് ഉണക്കി പൊടിച്ചത്. ഇത് നമ്മുടെ ഹെയറിനും അതുപോലെ സ്കിന്നിനും നല്ലതാണ് കേട്ടോ. സംഭവം കുടിക്കാൻ ഇച്ചിരി പാടാണ് കേട്ടോ. ഭയങ്കര ചവർപ്പാണ്. പക്ഷെ ന്യൂട്രീഷൻ വാല്യൂ ഒക്കെ കൂടിയൊരു ഐറ്റമാണ് ഇത്. ഇത് കുടിച്ചുകൊണ്ട് തന്നെ ചവർപ്പ് പറയാൻ വേണ്ടി ഞാൻ കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ് എടുത്ത് കഴിക്കും കേട്ടോ. ഒരു കുഞ്ഞു ബൗള്. ഇതറിയാലോ, ഭയങ്കര ബെനിഫിറ്റ്സ് ഒക്കെ ഉള്ള സാധനമാണ്. കാൽഷ്യം റിച്ച് ആണ്. അതുപോലെ കുറേ മൈക്രോന്യൂട്രിയൻസും ഉണ്ട്, പ്രോട്ടീനും ഉണ്ട് ഇതിനകത്ത്. ഇതൊക്കെ കഴിഞ്ഞൊരു 11 ആകുമ്പോഴേക്കും ഞാൻ സ്നാക്കായിട്ടൊരു ഗ്രീൻ ആപ്പിൾ എടുക്കും കേട്ടോ. ചിലപ്പോൾ ഫുൾ എടുക്കും, അല്ലെങ്കിൽ ഹാഫ് എടുക്കും. അത് ഇതിൻ്റെ വിശപ്പ് പോലെ ഇരിക്കും കേട്ടോ. ചിലപ്പോൾ മാത്രമേ ഞാൻ ഫുൾ എടുക്കാറുള്ളൂ. പിന്നെ ഉച്ചയ്ക്ക് ലഞ്ചിന് ഞാൻ ഈ അരിയാണ് കേട്ടോ എടുക്കുന്നത്. ഇത് നല്ല തവിടുള്ള ബ്രൗൺ റൈസ് ആണ്. പിന്നെ ഈ ഒരു മസൂദാലൂടെ ഞാൻ എടുക്കും. ഭയങ്കര പ്രോട്ടീൻ റിച്ച് ആണ് കേട്ടോ ഇത്. പിന്നെ പ്രോട്ടീന് വേണ്ടിയിട്ട് 250 ഗ്രാം ചിക്കൻ അല്ലെങ്കിൽ ഫിഷ് ഇതിലേതെങ്കിലും ഞാൻ ഒന്ന് എടുക്കും കേട്ടോ. അതും കുറച്ച് മസാലയിൽ തവ ഫ്രൈ ചെയ്താണ് എടുക്കുന്നത്, ഓയിലൊക്കെ കുറച്ചിട്ട്. നമുക്ക് ചോറ് കഴിച്ചുകൊണ്ട് വണ്ണം കുറയ്ക്കാം കേട്ടോ. അതിന് കാലറി ഡെഫിസിറ്റ് ഡയറ്റ് ഫോളോ അപ്പ് ചെയ്താൽ മതി. നമ്മുടെ വെയിറ്റ് വെച്ച് നമുക്ക് എത്ര കാലറി വേണം നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുമേ. നമ്മുടെ ബോഡിക്ക് ആവശ്യമായ കാലറിയിൽ ഒരു 300 കാലറി കുറച്ച് കഴിച്ചാൽ മതി കേട്ടോ. ഒരു 2-3 മന്ത്സിനുള്ളിൽ തന്നെ നല്ല റിസൾട്ട് ആയിരിക്കും കിട്ടുന്നത്. നിങ്ങളിപ്പോൾ വെയിറ്റ് ലോസ് ഒക്കെ നോക്കുന്നവരാണെങ്കിൽ എത്ര കാലറി കഴിച്ചാലാണ് നിങ്ങളുടെ വെയിറ്റ് കുറയുക എന്നറിയണമെങ്കിൽ ജസ്റ്റ് നിങ്ങളുടെ വെയിറ്റ് ഒന്ന് കമന്റ് ചെയ്താൽ മതി കേട്ടോ. ഞാനത് കറക്റ്റായിട്ട് പറഞ്ഞു തരാവേ. പിന്നെ കഴിക്കുമ്പോൾ എപ്പോഴും ഇതുപോലെ ബാലൻസ്ഡ് ആയിട്ടുള്ളൊരു മീൽ കഴിക്കാൻ ശ്രദ്ധിക്കണേ. ലഞ്ചൊക്കെ കഴിഞ്ഞ 2 മണിയാകുമ്പോഴേക്കും ഞാൻ ABC ജ്യൂസ് കുടിക്കും. പലർക്കും ഇത് ഫെമിലിയർ ആയിരിക്കും. ഈ വെയിറ്റ് ലോസ് ഒക്കെ നോക്കുന്നവർ ഇടയ്ക്ക് കുടിക്കുന്നൊരു ഡ്രിങ്ക് ആണ് കേട്ടോ ഇത്. വേറൊന്നുമല്ല, നമ്മുടെ ആപ്പിളും ബീട്രൂട്ടും ക്യാരറ്റും പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും ഒരു ഹാഫ് ലെമണും കൂടി നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് ഒരു ജ്യൂസ് കണക്കി കുടിക്കുന്നത്. ഇത് ഞാൻ കണ്ടിന്യൂസ് യൂസ് ചെയ്യാൻ ആരടുത്തും പറയില്ല കേട്ടോ. ബീട്രൂട്ട് നമ്മൾ അങ്ങനെ കണ്ടിന്യൂസ് യൂസ് ചെയ്യാൻ പറ്റാത്ത സാധനം. ഒരു 1 മന്ത് ആ ഒരു ടൈം പീരീഡ് നിങ്ങളിത് കുടിച്ചാൽ മതി കേട്ടോ. ഇത് നമ്മുടെ സ്കിന്നിന് നല്ലതാണ്. അതുപോലെ തന്നെ വെയിറ്റ് ലോസിന് ഇത് ഭയങ്കര ഹെൽപ്ഫുൾ ആണ്. ഇത് അരിച്ചിട്ട് കുടിക്കുന്നതായിരിക്കും കേട്ടോ കുറച്ചുകൂടി നല്ലത്. ഞാൻ പൊതുവെ അരിക്കാതെയാണ് കുടിക്കുന്നത്. ഇതിന് ഭയങ്കര ഒരു ചവർപ്പ് അങ്ങനത്തെ ഒരു ടേസ്റ്റാണ് കേട്ടോ. എല്ലാവർക്കും ഇതിൻ്റെ ടേസ്റ്റ് ഇഷ്ടപ്പെട്ടൊന്നും വരത്തില്ല. ബട്ട് എന്നാലും നമ്മുടെ ഹെൽത്തിന് നന്നായതുകൊണ്ട് ഞാനത് കുടിക്കുന്നതെന്ന് മാത്രം. ഞാനത് കണ്ടിന്യൂസ്ലി കുടിക്കുന്നതെന്ന് പറഞ്ഞാൽ വേറൊന്നും കൊണ്ടല്ല കേട്ടോ. ചിലർക്ക് ഇത് ഈ ബീട്രൂട്ട് കഴിക്കുമ്പോൾ മൂത്രത്തിൽ കല്ലൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് കേട്ടോ. പിന്നെ ഒരു 3:30 ആകുമ്പോൾ ഞാൻ വീണ്ടും ഫുഡ് കഴിക്കും. 2 സ്ലൈസ് ബ്രെഡും പിന്നെ 2 എഗ്ഗ് സ്ക്രാമ്പിൾ ചെയ്തതും. പ്രോട്ടീന് വേണ്ടിയിട്ടാണ് കേട്ടോ കഴിക്കുന്നത്. പിന്നെ എഗ്ഗ് കഴിക്കുന്നത് മടുക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ അതിൻ്റെ കൂടെ 2 സ്ലൈസ് ബ്രെഡ് കഴിക്കുന്നതെന്ന് മാത്രം. ഡെയിലി ഒരു 4 ലിറ്റർ വെള്ളമെങ്കിലും കുടിക്കാൻ ശ്രമിക്കണം കേട്ടോ. ഞാൻ പൊതുവെ ഡീറ്റോക്സ് വാട്ടർ ആയിരിക്കും കുടിക്കുന്നത് മിക്കപ്പോഴും. അതെ, ഇത് ബീട്രൂട്ടും അതുപോലെ ലെമണും പിന്നെ ജിഞ്ചറും മിക്സ് ചെയ്ത വെള്ളം കേട്ടോ.
ഇതിൻ്റെ കൂടെ കുറച്ച് ചിയാ സീഡും കൂടി ചേർക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും കേട്ടോ. കസ്കസ് ചേർക്കാൻ ഞാൻ പറയത്തില്ല, ചിയാ സീഡാണ് പൊതുവെ കുറച്ചുകൂടി നല്ലത് വെയിറ്റ് ലോസ് ഒക്കെ നോക്കുവാണെങ്കിൽ. പിന്നെ ചിയാ സീഡും അധികം ആവരുത്, ഒരു ഹാഫ് സ്പൂണൊക്കെ ഉണ്ടാവുള്ളൂ ഈ ഒരു വെള്ളത്തിൽ. ഈ ഒരു ബോട്ടിൽ ഒരു ദിവസം 4 പ്രാവശ്യമെങ്കിലും നിറച്ചു കുടിക്കാൻ ശ്രമിക്കാറുണ്ട് കേട്ടോ. 1 ലിറ്ററിൻ്റെ ബോട്ടിലാണ് ഇത്. പലപ്പോഴും പറ്റാറില്ല, പക്ഷെ ഒരു 3 ഞാൻ കുടിച്ചിട്ടേ കിടക്കുകയുള്ളൂ. വെള്ളം കുടിക്കാതെ ഒരു പരിപാടി നടക്കത്തില്ല കേട്ടോ, പ്രത്യേകിച്ച് വെയിറ്റ് ലോസ് ഒക്കെ നോക്കുന്നവർ. ഞാനാണെങ്കിൽ ഈവനിങ് ഒന്ന് ഫ്രഷ് ആയിട്ട് വന്നിട്ട് ഈ ഒരു ബോട്ടിൽ കംപ്ലീറ്റ്ലി കുടിച്ചെടുക്കാൻ നോക്കും കേട്ടോ. നമ്മുടെ ബോഡിക്ക് ആവശ്യമായ വെള്ളം നമ്മൾ കുടിച്ചില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ബോഡി ഓട്ടോമാറ്റിക്കലി ഡ്രൈ ആയി പോട്ടോ, നമ്മുടെ സ്കിന്നൊക്കെ. അപ്പം നമ്മുടെ ബോഡി എപ്പോഴും ഹൈഡ്രേറ്റ് ആയിട്ടിരിക്കാൻ നമ്മൾ നോക്കണം. പിന്നെ ഈവനിങ് ഒരു 5 മണിയൊക്കെ ആകുമ്പോഴേക്കും ഞാൻ വീണ്ടും സ്നാക്ക് കഴിക്കുന്നുണ്ടോ. സ്നാക്കായിട്ട് ഞാൻ എപ്പോഴും വെജീസാണ് എടുക്കുന്നത്. ചിലപ്പോൾ ഗ്രില്ല് ചെയ്ത് കഴിക്കും, അല്ലെങ്കിൽ സാലഡായിട്ട് കഴിക്കും. ഇന്ന് സാലഡായിട്ടാണ് കഴിക്കുന്നത്. മാക്സിമം വെജിറ്റബിൾസ് ചെയ്യാനകത്ത് ഇൻക്ലൂഡ് ചെയ്യാൻ എപ്പോഴും ശ്രമിക്കാറുണ്ട്. സാലഡിൽ എപ്പോഴും ഞാൻ ഇൻക്ലൂഡ് ചെയ്ത റൈറ്റാണ് കേട്ടോ ക്യുക്കുംബർ. കൂടുതൽ വാട്ടർ കണ്ടന്റ് ഉള്ളതുകൊണ്ട് തന്നെ നമ്മളെ വിശപ്പ് കൺട്രോൾ ചെയ്യാൻ ഈ ഒരു സാധനം ഹെൽപ്പ് ചെയ്യുവേ. ജിമ്മിൽ പോയ പിന്നെയാണ് കേട്ടോ ഞാൻ ഇത്രയും വെജീസ് എൻ്റെ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യാൻ തുടങ്ങിയത്. നേരത്തെ ഇത്രയൊന്നും കഴിക്കത്തില്ലായിരുന്നു. ഇപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിനാണേലും ഡിന്നറിനാണേലും അല്ലെങ്കിൽ ഇടയ്ക്ക് ലഞ്ചിനാണേലും ഞാൻ കൂടുതലും വെജീസ് ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. പിന്നെ സാലഡ് മിക്സ് ചെയ്യാനായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് കേടിനേക്കാൾ കൂടുതൽ യോഗട്ടായിരിക്കും കേട്ടോ. ഗ്രീക്ക് യോഗട്ട് ആണെങ്കിൽ കുറച്ചുകൂടി നല്ലതായിരിക്കും. പിന്നെ ഈ ഗ്രീക്ക് യോഗട്ട് നമ്മുടെ ഗട്ട് ഹെൽത്തിനൊക്കെ വളരെ നല്ലതാണ് കേട്ടോ. നമ്മൾ കഴിക്കുന്ന ഫുഡിന് നമ്മുടെ ശരീരത്തിന് ആവശ്യമായ പ്രോട്ടീൻ കിട്ടുന്നുണ്ട് നമ്മൾ എപ്പോഴും ഉറപ്പ് വരുത്തണം. അതായത് നമ്മൾ കഴിക്കുന്ന കാർബ്സിനേക്കാൾ എപ്പോഴും കൂടുതലായിരിക്കണം പ്രോട്ടീൻ്റെ അളവ്. നമ്മുടെ ബോഡി വെയിറ്റ് വെച്ചിട്ടാണ് കേട്ടോ നമുക്ക് എത്ര ഗ്രാം പ്രോട്ടീൻ കൺസ്യൂം ചെയ്യണമെന്ന് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇപ്പം നിങ്ങൾക്കത് അറിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വെയിറ്റ് എത്ര ദിവസം ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി. ഞാൻ എത്ര ഗ്രാം പ്രോട്ടീനാണ് നിങ്ങൾക്ക് എടുക്കേണ്ടതെന്നുള്ളത് കറക്റ്റായിട്ട് പറഞ്ഞുതരാം. ഞാൻ 6:30 ആകുമ്പോഴാണ് എൻ്റെ ഡിന്നർ കഴിക്കുന്നത്. നിങ്ങളതുപോലെ എപ്പോഴും ഒരു 6:30 ഒരു 7 മണിക്കുള്ളിൽ തന്നെ കഴിക്കാൻ ശ്രമിക്കുക. അതായത് നമ്മൾ ഉറങ്ങുന്ന ടൈമൊക്കെ ആകുമ്പോഴേക്കും നമ്മൾ കഴിക്കുന്ന ഫുഡ് ഡൈജസ്റ്റ് ആയി പോകും. അപ്പം നമുക്ക് നല്ല രീതിയിൽ ഉറക്കം കിട്ടും. നമ്മുടെ വെയിറ്റ് ലോസിന് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ഉള്ള ഒരു കാര്യമാണ് കേട്ടോ ക്വാളിറ്റി ഓഫ് സ്ലീപ്പ് എന്ന് പറയുന്നത്. എപ്പോഴും ഒരു 8 മണിക്കൂറെങ്കിലും ഉറങ്ങാൻ ശ്രമിക്കുക കേട്ടോ. ഇന്ന് ഞാൻ ഡിന്നറായിട്ട് എടുത്തിരിക്കുന്ന ഗോതമ്പ് ഉപ്പാവാണ്. അതിൽ വെജീസ് കൂടുതലായിരിക്കും, അതേ അളവിൽ തന്നെ നുറുക്ക് ഗോതമ്പ് ഉണ്ടാവും. സാധാരണ ഞാൻ ചപ്പാത്തിയൊക്കെയാണ് കേട്ടോ കഴിക്കുന്നത്. മിക്കപ്പോഴും അത് കഴിച്ചിട്ട് മടുക്കും. അതുകൊണ്ട് ഇടയ്ക്ക് ഞാൻ ഇതുപോലെ എന്തെങ്കിലും വെറൈറ്റി ആയിട്ട് ഉപ്മാവോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടായി കഴിക്കും. അപ്പോൾ ഇത്രയൊക്കെയാണ് കേട്ടോ ഇന്നത്തെ എൻ്റെ വാട്ടൈറ്റിനിടെ. എല്ലാവരും ഹെൽത്തി ആയിട്ടിരിക്കണേ. ഇറ്റ്സ് മീ റഹ്ന, വി ആർ സൈനിങ് ഓഫ്. ബൈ.